ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു. എന്നാൽ തകർന്ന മനസ്സിനെ ആർക്ക് താങ്ങുവാൻ കഴിയും? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരം ബലഹീനമാണെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ബലഹീനതയെ നിങ്ങൾ അതിജീവിക്കും. ആരോഗ്യമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ മനസ്സ് ഒരു യുദ്ധക്കളമാണ്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് നാളുകളിൽ നിങ്ങളുടെ പ്രവൃത്തികളായി വെളിപ്പെട്ടു വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിറയുന്നത്, അതാണ് നിങ്ങളുടെ ലക്ഷ്യത്തെ നിർണയിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകാൻ ഇന്ന് പകൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കടന്നു വരുന്ന ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. തകർന്ന മനസ്സിനെ ആർക്ക് താങ്ങുവാൻ കഴിയും? നിങ്ങളുടെ ശരീരത്തിന് എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് തളർന്നു പോയാൽ നിങ്ങളുടെ ശരീരവും തളരും. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടമാണ്. കഷ്ടകാലം വരുമ്പോൾ നാം കുഴഞ്ഞു പോകുന്നത് മനസ്സ് ക്ഷീണിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വന്ന് നിറയുന്നത്, അതാണ് പുറത്തേക്ക് പ്രതിഫലിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ തിരുവെഴുത്തുകളിൽ നാം കാണുന്ന ചില വചനങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അവൻ മനസ്സ് തകർന്നവരുടെ മുറിവ് കെട്ടുന്ന ദൈവമാണ്. നിങ്ങളുടെ മനസ്സ് തകരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവ് കെട്ടാൻ പറ്റും. നിങ്ങൾ വളരെ നിരാശയിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെടലിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവം പറയുന്ന ഒരു ശബ്ദമുണ്ട്: ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് ആ വചനത്തിന് മുൻപിൽ ചാടി എഴുന്നേൽക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുണ്ട്. നിങ്ങളുടെ മുറിവുകളെ കെട്ടാൻ ശക്തിയുണ്ട്. നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ, അവഗണനകളെ ഒക്കെ മാറ്റാൻ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കണം. നിങ്ങളുടെ ചിന്തകൾ എന്താകണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്ത് കടക്കണം, എന്ത് കടക്കണ്ട, എന്തു വസിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുക. ആരോഗ്യമുള്ളൊരു മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.